നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ തന്ത്രപരമായ നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ. റഷ്യയുടെ വിഖ്യാതമായ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സുഖോയ് 57E സംയുക്തമായി വികസിപ്പിക്കാനും ഇന്ത്യയിൽ നിർമ്മിക്കാനുമുള്ള പുതുക്കിയ ബൃഹത് പദ്ധതിയാണ് മോസ്കോ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെറും ഒരു വിമാന വിൽപ്പനയ്ക്കപ്പുറം ഇതിൻ്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും സോഴ്സ് കോഡും ഇന്ത്യക്ക് കൈമാറാമെന്ന റഷ്യയുടെ ഉറപ്പ് ആഗോള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നത് കൂടിയാണ്. എന്നിരുന്നാലും റഷ്യയുടെ ഈ നീക്കം അമേരിക്കയുടെ സൂക്ഷ്മമായ ശ്രദ്ധ ആകർഷിക്കുമെന്നത് ഉറപ്പാണ്. ഇൻഡോ പസഫിക് തന്ത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം വിപുലീകരിക്കുന്നതിനായി അമേരിക്ക വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പുതിയ റഷ്യൻ നിർദ്ദേശത്തെക്കുറിച്ച് ഇന്ത്യയോ വാഷിംഗ്ടണോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ പരമ്പരാഗത ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയെ അമേരിക്ക വീക്ഷിക്കുക എന്ന് US ഉദ്യോഗസ്ഥരുടെ മുൻകാല പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ കാറ്റ്സ നിയമം വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. റഷ്യയുടെ പ്രതിരോധ മേഖലയുമായി വലിയ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമം. മുൻപ് റഷ്യയിൽ നിന്ന് S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയപ്പോൾ ഇന്ത്യക്ക് US പ്രത്യേക ഇളവ് നൽകിയിരുന്നു. എന്നാൽ പുതിയ വലിയ ഇടപാടുകളിൽ US ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുമായി വലിയ തോതിലുള്ള പ്രതിരോധ ഇടപെടലുകൾ അമേരിക്കയെ അലോസരപ്പെടുത്തുന്നുവെന്ന് അടുത്തിടെ US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് തുറന്നു പറഞ്ഞത് ഇതിന്റെ തെളിവാണ്. എങ്കിലും സുഖോയ് കരാറുണ്ടായാൽ അത് ഉപരോധത്തിലേക്ക് നയിക്കുമോ എന്നത് വൈറ്റ് ഹൗസിന്റെയും US കോൺഗ്രസിന്റെയും രാഷ്ട്രീയ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അമേരിക്കയുമായി ഇന്ത്യ രൂപം നൽകിയ ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി പോലുള്ള പദ്ധതികളുടെ ഭാവി എന്താകുമെന്ന ചോദ്യവും പ്രതിരോധ വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. എയ്റോസ്പേസ്, സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ എന്നിവയിലെല്ലാം ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ റഷ്യൻ സംവിധാനവുമായി ചേർക്കാൻ US അനുവദിക്കില്ല. തേജസ് മാർക്ക് 2 യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യയിൽ F414 എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള GE എയ്റോസ്പേസിന്റെ കരാറിനെ ഈ നീക്കം ബാധിക്കുമോ എന്നും ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുന്നുണ്ട്. നിലവിൽ കരാറിന് ഭീഷണിയൊന്നും ഇല്ലെങ്കിലും US കോൺഗ്രസിന്റെ ഭാവി അനുമതികളെ ഇത് സങ്കീർണമാക്കിയേക്കാം. തേജസ് മാർക്ക് 2 പദ്ധതിക്ക് ഇന്ത്യയിൽ F414 യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനുള്ള GE എയ്റോസ്പേസിന്റെ കരാർ നിലവിലുണ്ട്. ഈ റഷ്യൻ യുദ്ധവിമാന കരാർ കാരണം പ്രസ്തുത പദ്ധതി അത് നേരിട്ട് ബാധിക്കുമെന്ന സൂചനകളൊന്നും ഇല്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഏതുതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഭാവിയിലെ ഉന്നത സാങ്കേതിക സഹകരണങ്ങളെ സങ്കീർണമാക്കിയേക്കാമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ക്വാഡ് സഖ്യത്തിലൂടെ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ പ്രധാന പങ്കാളിയായി കാണുന്ന അമേരിക്കയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വേളയിലെ ഇന്ത്യൻ നീക്കം നയതന്ത്രപരമായ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കൈമാറാനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ ശക്തമായി തുടരുന്നുമുണ്ട്. ഇന്ത്യക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത F-21, F-18 സൂപ്പർ ഹോർണറ്റ് എന്നിവ വ്യാവസായിക സഹകരണ വാഗ്ദാനങ്ങളുടെ US മുന്നോട്ട് വച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനമായ F-35 ഇന്ത്യയുടെ പരിഗണനയിൽ വരാറുണ്ടെങ്കിലും വിമാനത്തിന്റെ സോഫ്റ്റ്വെയറിലും ആയുധങ്ങളിന്മേലും പൂർണ്ണമായ പരമാധികാരം വേണമെന്ന ഇന്ത്യയുടെ നയവുമായി പൊരുത്തപ്പെടാൻ USന് കഴിയില്ലെന്നാണ് വിദഗ്ധപക്ഷം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യുദ്ധവിമാന കൈമാറ്റം മാത്രമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലുള്ള തങ്ങളുടേതായിട്ടുള്ള സ്വയംഭരണവും വിദേശ നയം ഒരുപോലെ സന്തുലിതമായി കൊണ്ടുപോകേണ്ട വലിയൊരു പരീക്ഷണം കൂടിയാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് റഷ്യ തയ്യാറാകുന്നത് ഇന്ത്യയുടെ വലിയൊരു ആവശ്യത്തിന് കൂടിയുള്ള പരിഹാരവുമാണ്. എന്നാൽ അതേസമയം തന്നെ പ്രതിരോധത്തിലും സുരക്ഷയിലും അമേരിക്കയുമായി വർഷങ്ങളായി കെട്ടിപ്പടുത്ത തന്ത്രപരമായ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ വേണം ഇന്ത്യക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് കരുക്കൾ നീക്കാൻ.